ബഹുമാന്യനായ അധ്യക്ഷൻ സിദ്ദീഖ് മാഷ്, സ്വാഗതം ആശംസിച്ച പ്രിയ സുഹൃത്ത് അശോകൻ ചെരുവിൽ, നന്ദി പറയുന്ന സൗമ്യ, സച്ചിദാനന്ദൻ മാഷ്, അബൂബക്കർ മാഷ്, വേദിയിലും സദസ്സിലും ഉള്ള പ്രിയപ്പെട്ടവർ, സുഹൃത്തുക്കൾ, വളരെ സന്തോഷമുണ്ട് ഇങ്ങനൊരു ചടങ്ങിന് എന്നെ ക്ഷണിച്ചതിലും അതിൽ പങ്കെടുക്കാൻ അവസരം കിട്ടിയതിലുമൊക്കെ. ഈ രചനാലോകം എന്നൊരു വിഷയത്തിൽ സംസാരിക്കാനായിട്ട് എന്നെ ക്ഷണിക്കുന്നത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല വാസ്തവത്തിൽ. അതൊക്കെ കുറേയും കൂടെ സീനിയറായിട്ടുള്ള ആളുകൾ വളരെ ഗൗരവമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണെന്നുള്ളൊരു ധാരണ കൊണ്ട് നടന്നിരുന്ന ആളായിരുന്നു. അപ്പം അങ്ങനെ സാഹിത്യ അക്കാദമിയുടെ വൈലോപ്പള്ളി ഹാളിൽ അങ്ങനൊരു ചടങ്ങിൽ നിങ്ങളോട് സംസാരിക്കാൻ ഒരു അവസരം തന്നതിന് സാഹിത്യ അക്കാദമിയോട്, അതുമായി ബന്ധപ്പെട്ട എല്ലാ ആളുകളോടും ആദ്യമായിട്ട് നന്ദി പറയാം. ഇന്ന് ഇങ്ങോട്ട് വരുമ്പോൾ മറ്റൊരു കാര്യവും ഞാൻ ചിന്തിച്ചിരുന്നു. ഇങ്ങനൊരു ചടങ്ങിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമോ അപ്പം വരുമ്പോൾ? ഞാൻ സത്യം പറഞ്ഞ അത്രയും ആളുകൾ ഈ ചടങ്ങിൽ ഉണ്ടാവുമെന്നും പ്രതീക്ഷിച്ചിരുന്നില്ല. കുറച്ച് ആളുകളൊക്കെ ആയിരിക്കും നമ്മൾ ഉണ്ടാവുന്നത് എന്നൊക്കെയുള്ളൊരു ധാരണയിലാണ് വന്നത്. പക്ഷേ ഇപ്പോൾ നിങ്ങളെയൊക്കെ കാണുമ്പോൾ വലിയ സന്തോഷം തോന്നുന്നത്. എൻ്റെ രചനാലോകം അല്ലെങ്കിൽ അതിൻ്റെ ഒരു കാലം പറയുന്നത് അത്ര ദീർഘമൊന്നുമല്ല. ഒരു മറ്റ് എഴുത്തുകാരൊക്കെ താരതമ്യം ചെയ്യുകയാണെങ്കിൽ ചെറിയൊരു കാലം ഞാൻ എഴുതിയിട്ടുള്ളൂ. വളരെ വൈകി എഴുത്തിലേക്ക് വന്നൊരാളാണ് ഞാൻ. സത്യം പറഞ്ഞാൽ തുടക്കകാലത്ത് എനിക്ക്, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൻ്റെ ആദ്യഘട്ടത്തിലൊന്നും എഴുത്തിനോടൊന്നും അത്ര വലിയ താല്പര്യമുള്ള ആളായിരുന്നില്ല. കാര്യമായിട്ടൊന്നും എഴുതി അച്ചടിച്ച് പ്രസിദ്ധീകരിക്കുകയൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. കോളേജ് പഠിക്കുന്ന സമയത്തൊരു കോളേജ് മാഗസിനിൽ ഒരു ചെറിയ കവിത പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ കവിത എന്നൊന്നും പറയാൻ വയ്യ. ഗദ്യ ഭാഷയിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടൊരു പദ്യഭാഷയിലേക്ക് എഴുതിയ ഏതാനും വരികൾ. ഇതാണ് ആദ്യമായിട്ട് എൻ്റെ അച്ചടിച്ച് വരുന്ന ഒരു രചന എന്ന് പറയും. ഞാൻ 1-ാം വർഷം പ്രീ ഡിഗ്രിക്ക് ആലുവ UC കോളേജിൽ പഠിക്കുന്ന സമയത്താണ് ഇത് എഴുതിയത്. കോളേജ് മാഗസിനിൽ എന്തോ 1-ാം വർഷ പ്രീ ഡിഗ്രിക്കാരൻ്റെ ആയതുകൊണ്ട് എന്തോ ആ ചെറിയ കവിത അച്ചടിച്ച് വന്നു. അതിന് ശേഷം പിന്നീട് കാര്യമായിട്ട് എഴുത്തൊന്നും സംഭവിച്ചിട്ടില്ല. ഞാൻ വായിക്കുമായിരുന്നു. വായന എനിക്ക് അന്നും ഇന്നും എന്നും ഏറ്റവും പ്രിയപ്പെട്ടൊരു കാര്യമാണ്. വായിക്കാതെ ജീവിക്കാൻ പറ്റില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. എന്തെങ്കിലും വായിച്ചു കൊണ്ടേയിരിക്കണം, വായിക്കണം മാത്രമേ ഒരു ശ്വാസം പോലെ നമുക്ക് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അതിന് പല കാരണങ്ങളുണ്ട്. ഞാനങ്ങനെ ഒരു ഇതിലേക്ക് എത്തുന്നതിന് ആരോഗ്യപരമായ പല പ്രശ്നങ്ങൾ, മറ്റ് പഠിക്കുന്ന കാലത്തൊന്നും മറ്റൊരു വിനോദങ്ങളിലേക്കോ കായികമായിട്ടുള്ള കാര്യങ്ങളിലേക്കോ ഒന്നിലും ഏർപ്പെടാനുള്ള ആരോഗ്യമോ അല്ലെങ്കിൽ അതിനുള്ള തൻ്റെ ഇടം ഒന്നും ഇല്ലാത്തതുകൊണ്ട് ആകെ ഈ പുസ്തകങ്ങളിലാണ് ഒതുങ്ങിക്കൂടിയിരുന്നത്. അത് തുടർന്നിരുന്നു എന്നല്ലാതെ കണ്ട് എഴുത്ത് എന്ന് പറഞ്ഞൊരു ഇതിലേക്ക് വരാനുള്ളൊരു ധൈര്യമോ അല്ലെങ്കിൽ അത് നമ്മുടെ ഒരു വഴിയാണെന്നൊരു തോന്നലോ ഒന്നും എനിക്കുണ്ടായിരുന്നില്ല. എൻ്റെ ആദ്യത്തെ, പിന്നീട് ഈ കോളേജ് മാഗസിൻ പ്രസിദ്ധീകരണ കവിതയ്ക്ക് ശേഷം ആദ്യമായിട്ട് എൻ്റെ ഒരു കൃതി അച്ചടിച്ച് വരുന്നത് എനിക്ക് 43 വയസ്സുള്ളപ്പോഴാണ്. ആൽഫ എന്ന് പറയുന്ന നോവലാണ്. 2003 ഒരു സെപ്റ്റംബർ മാസത്തിലൊക്കെയാണ്. അപ്പം അത് കഴിഞ്ഞ് ഈ 2003 സെപ്റ്റംബർ മുതൽ ഈ 2024 ജൂലൈ വരെയുള്ള ഒരു 10-21 കൊല്ലമാണ് എൻ്റെ ആകെയുള്ളൊരു രചനാ കാലം എന്ന് പറയും. ഈ സമയത്ത് എഴുതിയിട്ടുള്ള 6 നോവലുകളും കുറച്ച് ചെറുകഥകളും
പിന്നെ തമിഴിൽ നിന്ന് മലയാളത്തിലേക്ക് ചെയ്തിട്ടുള്ള കുറച്ച് വിവർത്തനങ്ങൾ, ചില ലേഖനങ്ങൾ, ചില അഭിമുഖങ്ങൾ, ഇതൊക്കെയാണ് ഞാൻ ആകെ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. നോവലുകളല്ലാതെ മറ്റുള്ളതൊന്നും അത്ര കാര്യമായിട്ട് ഞാൻ തന്നെ ചിന്തിക്കാത്ത കാര്യങ്ങളാണ്. ആകെ ഈ നോവലുകളാണ് കാര്യമായിട്ട് ഞാൻ ചെയ്തു എന്ന് വിശ്വസിക്കുന്നത്. ഈ 20-21 വർഷക്കാലം ഉള്ള ആൽഫ മുതൽ ഏറ്റവും അവസാനത്തെ പച്ച മഞ്ഞ ചുവപ്പ് എന്ന നോവൽ വരെയാണ് എൻ്റെ ഒരു എഴുത്തിൻ്റെ ഒരു കാലവും ലോകവും ഒക്കെ ആയിട്ട് പറയാൻ. ഞാൻ വളരെ അപ്രതീക്ഷിതമായിട്ടോ ഒക്കെ ഈ എഴുത്തിലേക്ക് വന്ന് പെടുന്നതാണ് വാസ്തവത്തിൽ. എൻ്റെ താല്പര്യങ്ങൾ വാസ്തവത്തിൽ മറ്റ് ചില വഴി കൂടിയായിരുന്നു. ഞാൻ കുറച്ച് കണക്കും സയൻസും ഒക്കെ ഇഷ്ടപ്പെടുന്ന അത്തരം വിഷയങ്ങൾ പഠിച്ചുകൊണ്ട് നടന്നിരുന്ന ഒരാളായിരുന്നു. റെയിൽവേയിൽ വളരെ ചെറുപ്പത്തിൽ ജോലിക്ക് ചേർന്നു. ഒരു 20 വയസ്സും ഏതാനും മാസങ്ങളും പ്രായമുള്ളപ്പോൾ ഒരു റെയിൽവേ ജോലിക്കാരനായി. തുടർന്ന് ഞാൻ അതുവരെ പഠിച്ചിരുന്ന വിഷയങ്ങൾ, ഞാൻ ഫിസിക്സാണ് ഡിഗ്രി ചെയ്തിരുന്നത്. എനിക്കിത് തുടരാൻ പറ്റാതെ ഞാൻ വഴിമാറി എക്കണോമിക്സിലേക്ക് പോകുന്നു. അതിൽ PG ചെയ്യുകയും പിന്നെ ട്രാൻസ്പോർട്ട് എക്കണോമിക്സിൽ കുറച്ച് കാലം റെയിൽവേ സംബന്ധമായ ചില പഠനങ്ങളൊക്കെ നടത്തും. ആ സമയത്തൊക്കെ അത് ആണ് എൻ്റെ ഒരു വഴി എന്നുള്ളൊരു ധാരണ എനിക്കുണ്ടായിരുന്നു. അതിനുവേണ്ടി കുറേ മെനക്കെടുകയും കുറേ വായിക്കുകയും അതിനായിട്ടുള്ള ശ്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയൊക്കെ ചെയ്തിരുന്നു. റെയിൽവേയുടെ ഒരു നില മെച്ചപ്പെടുത്താൻ വേണ്ടി ചില പ്രൊജക്റ്റുകളൊക്കെ ഏറ്റെടുത്ത് ചെയ്തിരുന്നു റെയിൽവേക്കകത്ത്. എന്നാൽ ഈ യാത്ര അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്കറിയാം, റെയിൽവേ എന്ന് പറയുന്ന ഒരു വളരെ വലിയൊരു സ്ഥാപനമാണ്. വളരെ വിചിത്രമായൊരു അധികാര സംവിധാനം നിലനിൽക്കുന്ന, അതിനുള്ളിൽ നമ്മൾക്ക് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള തൊഴിൽ ചെയ്യാമെന്നല്ലാതെ മറ്റു കാര്യങ്ങളൊന്നും ചെയ്യുന്നത്ര എളുപ്പമുള്ള കാര്യമല്ല, ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പം അങ്ങനെയൊക്കെ പോകുന്നൊരു സമയത്ത് ജോലിയും കുറച്ച് ട്രേഡ് യൂണിയൻ ആക്ടിവിറ്റീസൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ ഫലമായിട്ട് ധാരാളം ട്രാൻസ്ഫറുകൾ കിട്ടുകയും 35 കൊല്ലം റെയിൽവേയിൽ ജോലി ചെയ്തത് 19 ട്രാൻസ്ഫറുകളോട് കൂടിയായിരുന്നു. അപ്പോൾ നമുക്ക് ഊഹിക്കാമല്ലോ ഏകദേശം എന്തായിരിക്കും എൻ്റെ ഒരു ഫ്രീക്വൻസി. പല കാരണങ്ങൾ കൊണ്ടും അത്ര മേലധികാരികൾക്ക് ഇഷ്ടപ്പെടുന്നൊരു വഴിയായിരുന്നില്ല. പല കാരണങ്ങൾ ട്രാൻസ്ഫർ ഉണ്ടായിരുന്നു. ഞാൻ ചെയ്തിരുന്ന ജോലി തന്നെ പലതായിട്ട് മാറേണ്ടേക്ക് വന്നിരുന്നു. അപ്പം ഇതിനിടയിൽ ഇപ്പോൾ ഞാൻ 61-ൽ ജനിച്ച ഒരാളാണ്. 70-കളിൽ വളർന്ന 80-കളിലൊക്കെ ജീവിക്കുന്ന ആളുകളെ പോലെ, അല്ലെങ്കിൽ 70-കളിൽ പഠിച്ച് ഒക്കെ വരുന്ന ആളുകളെ പോലെ എന്നെയും ചുറ്റുമുള്ള ലോകത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും വളരെ ഗൗരവമായിട്ട് എന്നെ ബാധിച്ചിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പം ചില പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ 70s-ലൊക്കെയുള്ള നമുക്കറിയാം, ഒരു സ്വപ്ന ലോകമായിട്ട് കണ്ടിരുന്ന ഇടങ്ങൾ അതുപോലെ നിലനിൽക്കാതെ വരികയും ഒക്കെ മാറ്റങ്ങളൊക്കെ വരുന്ന, അതൊക്കെ എൻ്റെ വല്ലാതെ ദാർശനികമായിട്ടും വ്യക്തിപരമായിട്ടും ഒക്കെ ബാധിക്കുന്ന കാര്യം. ഞാൻ 90-കളിൽ സോവിയറ്റ് യൂണിയൻ്റെ ഒക്കെ ഒരു തകർച്ചയ്ക്ക് ശേഷം എൻ്റെ പ്രായത്തിലുള്ള ആളുകൾക്കൊക്കെ ഉണ്ടായ നടുക്കങ്ങളെപ്പോലെ ആ നടുക്കങ്ങളിൽ നിന്ന് ഒരു തരത്തിൽ അത്ഭുതപ്പെട്ടിരുന്നത് എങ്ങനെയാണ് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന ഏകദേശം ഇതേ പ്രത്യയശാസ്ത്രമൊക്കെ തന്നെ മുന്നോട്ട് വെച്ചിട്ട് പോകുന്നൊരു രാജ്യം മുന്നോട്ട് പോകുന്നത്. ഇപ്പോഴത്തെ സോവിയറ്റ് യൂണിയൻ വലിയ പ്രതിസന്ധിയിൽ ഒരു തകർച്ചയിൽ നേരിടുമ്പോൾ 90-കളുടെ ഒരു തുടക്കത്തിൽ ഈ ചിന്ത എന്നെ വല്ലാതെ അലട്ടിയിരുന്നു. ഞാൻ പഠിച്ചിരുന്ന വിഷയവുമായിട്ട് ബന്ധപ്പെടുത്തി ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനായിട്ട് ഗവേഷണ സ്വഭാവത്തിലുള്ള കാര്യത്തിനൊക്കെ വേണ്ടി ശ്രമിച്ചിരുന്നു. ഒരു റെയിൽവേ എംപ്ലോയി ആയി നിന്നുകൊണ്ട് ചെയ്യാവുന്ന കാര്യം ആയിരുന്നില്ല വാസ്തവത്തിൽ. കുറച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് എനിക്ക് എങ്ങനെയാണ് 77 മുതൽ 87 വരെയുള്ള കാലത്ത് ഡെങ് സിയാവോപിങ് ചൈനയിൽ സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടത്തിയത് എന്നതിനെക്കുറിച്ച് ഒരു
പഠനം നടത്താനാണ് ഞാൻ മെനക്കെട്ട് പുറപ്പെടുന്നത്. എന്നെപ്പോലുള്ള ഒരാൾക്ക് പറ്റുന്ന കാര്യമല്ല എന്ന് കുറേ കഴിയുമ്പോൾ അത് മനസ്സിലാകുന്നു. ഒരു ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിലോ അല്ലെങ്കിൽ അതേപോലെയുള്ള ഉയർന്ന സ്ഥാപനങ്ങളിലോ മുഴുവൻ സമയ ഗവേഷകനായി അത്തരം സൗകര്യങ്ങളോടുകൂടി ഇരുന്ന് ചെയ്യേണ്ട കാര്യം ഒരു റെയിൽവേയിൽ ടിക്കറ്റ് പരിശോധകൻ്റെ ജോലിയും വെച്ച് പാരലായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം. മറ്റ് പല ഘടകങ്ങളും ഇതിനോട് ബന്ധപ്പെട്ട് കുറച്ചും കൂടെ മുമ്പ് എക്കണോമെട്രിക്കലായിട്ടുള്ള ഡാറ്റ കളക്ഷനുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന വിവരങ്ങളുടെ ക്രെഡിബിലിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് വലിയ സംശയങ്ങളുണ്ടാകുന്നു. ഇത് ഇപ്പോൾ 87-ലാണ് ഡെങ്ങനെ ടൈം വാരിക മാൻ ഓഫ് ദി ഇയറായിട്ട് തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ അതിനെ തുടർന്നുള്ള ഇപ്പോൾ 90-കളിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് ഈ മാറ്റങ്ങൾ ഉണ്ടാകുന്നതെന്ന് അറിയാനും അത് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് അറിയാനുള്ള താല്പര്യം. എനിക്കിപ്പോൾ അത് പഠിച്ചിട്ട് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലോ തൊഴിലിലോ ഒരു പ്രയോജനം ഉണ്ടായിട്ടായിരുന്നു. ഏകദേശം ഒരു 2-3 കൊല്ലത്തോളം ഇത്തരം അന്വേഷണങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നു. ആ സമയത്ത് എനിക്ക് ആഴ്ചയിൽ ഒരു ദിവസം മദ്രാസിൽ സ്ഥിരമായിട്ട് എത്താനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. ഞാൻ മദ്രാസ് യൂണിവേഴ്സിറ്റിയിലാണ് ചെയ്യാൻ ശ്രമിച്ചത്. യൂണിവേഴ്സിറ്റി ലൈബ്രറിയിൽ സ്ഥിരമായിട്ട് പോകാനും അവിടുത്തെ അധ്യാപകരായിട്ടുള്ള ബന്ധങ്ങൾ ഇതൊക്കെ എന്നെ സഹായിച്ചു. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തൊഴിൽപരമായിട്ടുള്ള മറ്റ് ചില പ്രശ്നങ്ങൾ വളരെ ചില കോംപ്ലിക്കേഷൻസിലേക്ക് എത്തിക്കുകയും എന്നെ ആ ജോലിയിൽ നിന്നൊക്കെ മാറ്റി എനിക്ക് ഒരിക്കലും മദ്രാസ് കണി കാണാൻ പറ്റാത്ത രീതിയിൽ ഈറോഡ് എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് എനിക്ക് ട്രാൻസ്ഫർ വരികയും ഈറോഡിൽ ഗുഡ്സ് ഗാർഡ് എന്നുള്ള ജോലിയിൽ പോകേണ്ടവരെയും ഈ ഗുഡ്സ് ഗാർഡ് ആയതോടുകൂടി പുറം ലോകമായിട്ടുള്ള എല്ലാ ബന്ധവും നമുക്ക് ലൈബ്രറിയിലേക്ക് പോകുന്നത് പോയി ചുറ്റുമുള്ള 92-ലാണ് ഞാൻ ഗുഡ്സ് ഗാർഡായിട്ട് ചേരുന്നത്. ഇപ്പോൾ ഈ 92 നിങ്ങൾക്കറിയാലോ, ഇന്നത്തെ പോലെ കമ്മ്യൂണിക്കേഷൻ സൗകര്യമൊന്നുമില്ല. ഗുഡ്സ് ഗാർഡിൻ്റെ ജോലിയെപ്പറ്റി ഞാൻ നിങ്ങളോട് കൂടുതൽ വിശദീകരിക്കാതെ തന്നെ നിങ്ങൾക്കൊരു ധാരണ ഉണ്ടാവുന്നു. പുറം ലോകമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷനും ഇല്ല. 10-75 വാഗണിൻ്റെ പുറകിൽ ഒറ്റയ്ക്ക് രാവും പകലും ഇരുട്ടിലും ഇങ്ങനെ യാത്ര ചെയ്യുന്ന ഏകാന്തത, ഇരുട്ട്, ഇതൊക്കെയായിട്ട് 3 കൊല്ലത്തോളം ഈ ജോലി ഞാൻ തുടരേണ്ടി. അപ്പം ഞാൻ എന്ത് വിഷയമാണ് പഠിക്കാൻ ആഗ്രഹിച്ചിരുന്നെങ്കിൽ അത് ഉപേക്ഷിക്കപ്പെട്ടു സ്വാഭാവികമായിട്ട്. രണ്ടാമത് ഇങ്ങനത്തെ ഒരു ജോലിയിൽ ചെന്ന് ചേരേണ്ട വന്നു. പല കാരണങ്ങളുണ്ട് അതിൽ ഞാൻ ചെന്ന് ചേരേണ്ടത്. അത് കൂടുതൽ ഞാൻ വിശദീകരിക്കുന്നില്ല. ഈ കാലത്ത് സത്യം പറഞ്ഞാൽ വളരെ ഭ്രാന്തമായ രീതിയിൽ ചിന്തിക്കുന്ന ഒരവസ്ഥ, വൈൽഡ് ഫാൻറ്റസീസ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഗുഡ്സ് വണ്ടിയുടെ ഏറ്റവും അവസാനത്തെ ബ്രേക്ക് വാൻ എന്ന് പറയുന്ന ഇതിൽ ഇരുന്ന് പലപ്പോഴും ഗുഡ്സ് വണ്ടി ഓടുകയല്ല ചെയ്യുക, അധികം ഏതെങ്കിലും ചെറിയ സ്റ്റേഷനിലൊക്കെ ഒതുക്കി നിർത്തിയിരിക്കുകയായിരിക്കും. അതിനകത്ത് വെളിച്ചോ വെള്ളമോ ഒന്നും ഇല്ലാത്തൊരു സ്ഥലം. ഇതിലിരുന്നുള്ള പലതരത്തിലുള്ള ചിന്തകളിലൂടെ കടന്നു പോകും. നമ്മൾ അന്വേഷിച്ച് പഠിക്കാൻ ശ്രമിച്ച വിഷയങ്ങളുണ്ട്, അതുവരെ വായിച്ച് നമ്മളിലേക്ക് എത്തിയ പല കാര്യങ്ങളുണ്ട്, നമ്മൾ ചിന്തിക്കുന്ന പല കാര്യങ്ങളുണ്ട്. ഇതിന്ന് എല്ലാം കൂടി ഒരു യുക്തിക്കൊരിക്കലും നിരക്കുന്ന കാര്യങ്ങളൊന്നുമില്ല. പലതരത്തിലുള്ള ചിന്തകളിൽ കൂടി കടന്നു പോയിട്ട് ഞാൻ 95-ൽ ഈ ജോലിയിൽ നിന്ന് മാറി എനിക്കൊരു പ്രൊമോഷൻ കിട്ടി. ഞാൻ കൺട്രോളർ എന്ന് പറഞ്ഞ് മറ്റൊരു ജോലിയിലേക്ക് എത്തുക. അപ്പോൾ അത് ഈ കാലത്തുണ്ടായിരുന്ന എൻ്റെ ഒരു ചിന്തകൾ, അത് വരെ നമ്മൾ മെനക്കെട്ട് നടത്തിയ കുറേ പഠനങ്ങൾ, അതുമായി ബന്ധപ്പെട്ട കെട്ടുകണക്കിന് നമ്മൾ എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെ എടുത്ത് നോക്കി എനിക്ക് മനുഷ്യനെക്കുറിച്ച് അതുവരെ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന സങ്കല്പങ്ങളിൽ നിന്ന് അപ്പുറത്തേക്കുള്ള ചില ചിന്തകൾ ഇതാരെങ്കിലുമൊക്കെ ആയിട്ട് പങ്കുവെക്കണമെന്ന്. അപ്പോൾ എങ്ങനെ പങ്കുവെക്കണം, നമ്മൾ എന്ത് തരത്തിലാണോ ഇത് പോകാൻ ഉദ്ദേശിച്ചത് അതെല്ലാം എവിടെ എത്താതെ അവസാനിക്കുന്നു. ഇത് പങ്കുവെക്കാനുള്ള വഴികൾ അന്വേഷിച്ചിട്ട് അതിൽ ഒരു സാധ്യതയായിട്ടാണ് എന്തെങ്കിലും ഒരു ചെറിയ ഒരു കഥയുടെയോ നോവലിൻ്റെയോ ഒക്കെ രൂപത്തിലേക്ക് ഇതിലേക്ക് എത്താനുള്ളൊരു വഴി അന്വേഷിച്ചു. അപ്പോൾ പലപ്പോഴും കാലം പിന്നിലേക്ക് പോകുന്നത് അല്ലെങ്കിൽ സമൂഹം പുറകിലേക്ക് പോയാൽ ഉണ്ടാകാവുന്ന ഇത്, മനുഷ്യനെ എന്തുകൊണ്ടാണ് മനുഷ്യൻ എന്നുള്ള രീതിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ പലതരത്തിൽ ഉള്ള മാറ്റങ്ങളും നിയന്ത്രണങ്ങളും അതിനപ്പുറത്തേക്ക് പോകാനുള്ള ശ്രമങ്ങളും ഒക്കെ ഉണ്ടാകും. പലതരത്തിലുള്ള മതങ്ങൾ, പലതരത്തിലുള്ള പ്രത്യയശാസ്ത്രങ്ങൾ, ഇതെല്ലാം
നിരന്തരമായ പല കാലഘട്ടങ്ങളിലായിട്ട് ലോകത്തിൻ്റെ പലയിടങ്ങളിലും ഉണ്ടായി മനുഷ്യവംശത്തിനെ ശാന്തിയിലേക്കും സമാധാനത്തിലേക്കുമൊക്കെ നയിക്കാൻ ഉള്ള ശ്രമങ്ങളുണ്ടായിട്ട് അതിനെല്ലാം അട്ടിമറിച്ചുകൊണ്ട് ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന ഈ ഹോമോസാപ്പിയൻ എന്ന് പറയുന്ന ജന്തു വിഭാഗം നിരന്തരം ഹിംസയുടെ, സ്വാർത്ഥതയുടെ, ആർത്തിയുടെ ആഘോഷങ്ങളിൽ അഭിരമിക്കുന്നത് എന്തുകൊണ്ടാണെന്നുള്ള ഉത്തരം കിട്ടാത്തൊരു ചോദ്യത്തിൻ്റെ മുമ്പിൽ ഇതിനെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ, അതുമായി ബന്ധപ്പെടുന്ന ഒരു ആന്ത്രപ്പോളജിക്കലായിട്ട് അതിനെ സമീപിക്കുന്ന ഇതൊന്നും കൃത്യമായിട്ടുള്ള ശാസ്ത്രീയ യുക്തികൾക്കനുസരിച്ചുള്ള കാര്യങ്ങളൊന്നും. അപ്പം ഞാൻ അത്തരം കാര്യങ്ങൾ ചെയ്യാത്തത് കൊണ്ട് ഭാവനയുടെ, എഴുത്തിൻ്റെ, കഥയുടെ വഴിയിൽ കൂടെ മാത്രമേ എനിക്ക് ആരോടെങ്കിലും ഇതൊക്കെ സംവദിക്കാൻ കഴിയുള്ളൂ. അങ്ങനെ ഒരു നോവൽ എന്നുള്ള സങ്കല്പത്തിലേക്ക് എത്തി അത് എഴുതാനായിട്ട് ശ്രമിക്കും. അങ്ങനെയാണ് ഈ ആൽഫ എന്നുള്ള നോവലിൻ്റെ ഒരു രചനാ ഘട്ടത്തിലേക്ക് തുടങ്ങി. അപ്പോൾ അതുവരെ എന്നെ സ്വാധീനിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ഞാൻ വായിച്ചിട്ടുള്ള, എന്നെ ചിന്തിപ്പിച്ചിട്ടുള്ള പല കൃതികളും ഈ ആൽഫയുടെ രചനയിലേക്ക് എന്നെ എത്തിക്കുന്നുണ്ട്. അപ്പം ആ കാലത്ത് എന്നെ കൂടുതൽ പ്രചോദിപ്പിച്ചിട്ടുള്ള കൃതികൾ പലപ്പോഴും വളരെ കാച്ചിക്കുറുക്കിയ ഭാഷയിൽ വളരെ സൂക്ഷ്മമായ തരത്തിൽ എഴുതപ്പെടുന്ന, മലയാളത്തിലാണെങ്കിലും അല്ലെങ്കിൽ മറ്റ് ഭാഷകളിലാണെങ്കിലും ഒന്നുള്ള കൃതികളായിരുന്നു എന്നെ കൂടുതൽ പ്രചോദിപ്പിച്ചത്. ഓൾഡ് മാൻ ആൻഡ് ദ സീ പോലെ, അല്ലെങ്കിൽ സിദ്ധാർത്ഥ പോലെ, പ്രകൃതി നിയമം പോലെയുള്ള പുസ്തകങ്ങളൊക്കെ ഇതിന് കുറച്ച് കാലം മുമ്പ് വന്നിട്ടുള്ളത്. പിന്നെ എന്തുകൊണ്ടോ എൻ്റെ മനസ്സിൽ അന്ന് നോവലിൻ്റെ ഫോം, നോവൽ നമ്മൾ എഴുതാൻ ഉദ്ദേശിക്കുന്ന നോവലിൻ്റെ ഫോം ഇത്തരം ഒരു രൂപത്തിലാണെന്ന്. പിന്നീടത് ആൽഫയ്ക്ക് ശേഷം അത് മാറുന്നു. ഈ രൂപത്തിൽ പിന്നെ മറ്റ് പല വിഷയങ്ങളും എഴുത്തിൻ്റെ ഭാഗമാകേണ്ടതുണ്ട് എന്നൊരു ചിന്ത ആ സമയത്ത്. ചിലപ്പോൾ ഞാൻ വേറെ ചില വിഷയങ്ങളൊക്കെ പഠിച്ച് സാഹിത്യം ഒരു വിഷയമായിട്ട് പഠിക്കാത്ത ആളായതുകൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ വഴി മറ്റ് ഇടങ്ങളിലായതുകൊണ്ടൊക്കെ ആയിരിക്കും അങ്ങനെ തോന്നി. അപ്പോൾ അങ്ങനെയാണ് ഈ ആൽഫയുടെ ഒരു പ്ലോട്ടിലേക്ക് എത്തുന്നതും. അപ്പം ഇത് എഴുതുന്ന സമയത്ത് ആകെ നമ്മൾ ഇത്രയും കാലം മെനക്കെട്ട് മനുഷ്യനെ മനസ്സിലാക്കാൻ ശ്രമിച്ച നമ്മുടെ ചില സന്ദേഹങ്ങൾ, ആകുലതകൾ, ഇത് മറ്റുള്ള ആരെങ്കിലുമായിട്ട് പങ്കുവെക്കാനായിട്ടൊരു വഴിയെന്ന് മാത്രമേ ഈ പുസ്തകത്തിനെ കുറിച്ച്. കൂടുതൽ എഴുതണമെന്നോ അല്ലെങ്കിൽ സാഹിത്യം നമ്മുടെ ഒരു വഴിയാണെന്നൊന്നും ഒരു ചിന്തപ്പെടുന്നില്ല. ഇതിൻ്റെ ഒരു മാനുസ്ക്രിപ്റ്റ് ഒരു 4 or 5 തവണയൊക്കെ എഴുതി ഇതിന് ശേഷം അത് ഏകദേശം ഇതിനൊരു രൂപത്തിലേക്ക് എത്തിയതിന് ശേഷം വൈശാഖ മാഷയാണെന്ന് കാണിക്കും. എൻ്റെ മറ്റു ചില സുഹൃത്തുക്കൾ അതിന് മുമ്പ് വായിക്കുന്നുണ്ട്. എഴുത്തുകാരിൽ ഒരാളെന്ന് പറഞ്ഞാൽ മാഷാണ് വായിക്കും. അപ്പോൾ മാഷ ഞങ്ങൾ റെയിൽവേക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു അത്ഭുതമാണ്. എന്നുവെച്ചാൽ മാഷാണ് എല്ലാ തരത്തിലും എഴുത്തിനൊക്കെ, കഥയെക്കുറിച്ച്, സാഹിത്യത്തിനെക്കുറിച്ചൊക്കെ ഒരേ മാഷിൽ കൂടിയാണ് നമ്മൾ റെയിൽവേക്കാർ പുറത്തേക്കുള്ള ലോകത്തിനെ കാണുന്നതിന്. അപ്പം ഞാൻ വളരെ ശങ്കിച്ചാണ് മാഷയുടെ അടുത്ത് പോയിട്ടിത് കൊടുക്കുന്നതും ഇപ്പം എന്താവും, എന്താണ് അദ്ദേഹം പറയാൻ പോകുന്നതെന്നൊക്കെ. അപ്പം എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പിന്നെ മാഷ ആദ്യം വായിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞ് കയ്യിൽ വാങ്ങുകയും പിന്നീട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പറഞ്ഞു ഇത് എന്തായാലും അച്ചടിച്ച് പ്രസിദ്ധീകരിക്കണം, പ്രസിദ്ധീകരിക്കാവുന്നതാണ്, ഒരു സംശയമില്ല. അപ്പോൾ ഇത് ഇത്രയാവുമ്പോഴേക്കും ഈ 95 ശേഷം എഴുതാനൊക്കെ ശ്രമിച്ചു തുടങ്ങിയെങ്കിൽ എഴുത്തൊക്കെ ഒരു രൂപത്തിലേക്ക് എത്തുമ്പോഴേക്കും അത് 2000 കഴിഞ്ഞിരിക്കും. 2000 മുതൽ 2006 വരെ ഞാൻ മദ്രാസിൽ സദേൺ റെയിൽവേയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫീസിലാണ് ജോലി ചെയ്തിരുന്നത്. അപ്പോൾ അവിടെയുള്ള സമയത്താണ് ഇത് ഏകദേശം ഒരു രൂപത്തിലേക്ക് എത്തുന്നതൊക്കെ. ഇത് എഴുതി കഴിഞ്ഞപ്പോൾ ഇത് എങ്ങനെയെങ്കിലും ഒന്ന് പ്രസിദ്ധീകരിക്കേണ്ടതാണല്ലോ സ്വാഭാവികമായിട്ട് ആഗ്രഹമുണ്ടോ. ഇത് പ്രസിദ്ധീകരിക്കാനുള്ള വഴികളൊന്നും അന്ന് ഇതിനു മുമ്പ് ആ രംഗത്ത് പ്രവർത്തിക്കാത്തത് കൊണ്ടും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാഹിത്യ ക്യാമ്പിലോ അതിലൊന്നും പങ്കെടുത്ത അത്തരം സുഹൃത്തുക്കളും ഇല്ല. എൻ്റെ സൗഹൃദമൊക്കെ വേറെ തരത്തിലുള്ള കുറേ കണക്കിൽ റിസർച്ച് ചെയ്യുന്നവരും അല്ലെങ്കിൽ കുറച്ച് എക്കണോമിക്സുകാരും അങ്ങനത്തെ ചില ആളുകളൊക്കെ ആയിട്ടാണ് ബന്ധം. അപ്പോൾ ഇപ്പോൾ ആലോചിക്കുമ്പോൾ എനിക്ക് തന്നെ മഹാമണ്ഡത്തരമായി തോന്നുന്ന കാര്യം, ഞാൻ ഇതിൻ്റെ മാനുസ്ക്രിപ്റ്റായിട്ട് നേരെ മലയാളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആഴ്ചപ്പതിപ്പിൻ്റെ പത്രാധിപരുടെ അടുത്തേക്കാണ് നേരെ പോകുന്നത്. അപ്പോൾ ധരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് ഏതൊരു വ്യക്തിയും ധരിക്കുന്ന പോലെ ഇതൊരു മഹത്തായ സാഹിത്യ സൃഷ്ടിയാണ്, ഇതങ്ങ് കിട്ടിയാൽ ഉടനെ പബ്ലിഷ് ചെയ്യുന്നുള്ളതാണ് ധരിക്കുന്നത്. പക്ഷേ പിന്നീട് നമുക്ക് മനസ്സിലാവുന്നത് അങ്ങനെയല്ല ഇതിൻ്റെ ഒരു സ്വഭാവം നോക്കി. അത് കഴിഞ്ഞ് മറ്റ് ചില ആഴ്ചപ്പതിപ്പുകളെ സമീപിക്കുന്നു. എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട്
ഇത് DC ബുക്സ് പുസ്തകമായിട്ട് പ്രസിദ്ധീകരിക്കാം എന്ന് പറഞ്ഞ് അവർക്ക് അയച്ചു കൊടുത്തപ്പോൾ ഒരു കത്ത്. അതിന് കാരണമായത് ജയേന്ദ്രൻ സാറാണ്. അദ്ദേഹം ഇപ്പോൾ വൈശാഖ മാഷെ പോലെ തന്നെ എനിക്ക് ഏറ്റവും വലിയ കടപ്പാടുള്ള ആളാണ് മലയാളത്തിൻ്റെ പത്രാധിപരായിരുന്ന ജയേന്ദ്രൻ. മലയാളത്തിന് ഇത് അയച്ചു കൊടുത്തു. ബെന്നി അവിടെയുള്ള സമയത്താണ് അയച്ചു കൊടുത്തത്. ബെന്നിയോട് പരിചയത്തിലൊക്കെ അയച്ചു കൊടുത്ത് ഒരു 1-2 മാസം കഴിഞ്ഞിട്ടും വിവരമൊന്നും കിട്ടാതിരുന്നപ്പോൾ ഞാൻ ഒരിക്കൽ കൊച്ചിയിൽ പോയ സമയത്ത് എൻ്റെ ഓഫീസ്, അപ്പോൾ അവിടെ ചെന്ന് നോക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം ലീവാണ്. ഈ അയച്ചു കൊടുത്ത കോപ്പി നഷ്ടപ്പെട്ടിരിക്കുന്നു, എവിടെയും കാണുന്നില്ല. അവിടെയൊക്കെ അന്വേഷിച്ച് എവിടെയും കാണുന്നു. അപ്പോൾ ഞാൻ നിരാശനായിട്ട് തിരിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ഒരു ബോർഡ് കാണുന്നത്, S. ജയചന്ദ്രൻ നായർ, ചീഫ് എഡിറ്റർ എന്ന്. അപ്പോൾ ശരി, എന്നാൽ അദ്ദേഹത്തിനെ കാണാമെന്ന് വിചാരിച്ച് ഞാൻ നേരെ സാറിൻ്റെ അടുത്ത് പോയി ചെന്നിട്ട് ഇതൊക്കെ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, വേറെ കോപ്പി നിൻ്റെ കയ്യിലുണ്ടോ? കോപ്പി ഉണ്ട്. ഈ സർക്കാർ ജോലി ആയതുകൊണ്ട് എന്ത് സാധനം കോപ്പി കയ്യിൽ വെച്ചിട്ട് കൊടുക്കാൻ പാടുള്ളൂ എന്നുള്ള ഒരു ബോധമുണ്ട്. കോപ്പി ഉണ്ട് കയ്യിലുണ്ട്. അപ്പോൾ കോപ്പി എനിക്ക് തരുന്ന 2 ആഴ്ച കഴിഞ്ഞ് വിളിക്കാം. ഞാൻ കൊടുത്തു. അപ്പോഴും വലിയ പ്രതീക്ഷയൊന്നുമില്ല. 2 ആഴ്ച കഴിഞ്ഞ് ഞാൻ അദ്ദേഹത്തിനെ കൃത്യമായിട്ട് 2 ആഴ്ചയാവാൻ കാത്തു നിൽക്കുകയാണ് വിളിക്കാൻ, മദ്രാസിൽ നിന്ന് വിളിക്കും. അപ്പോൾ കൃത്യം 2 ആഴ്ചയ്ക്ക് വിളിക്കണത് ശരിയല്ലോ വെച്ചാൽ 2 ദിവസം കൂടെ കഴിഞ്ഞിട്ടാണ് വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് എന്തായാലും പ്രസിദ്ധീകരിക്കാവുന്നതാണ്, പ്രസിദ്ധീകരിക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി, പ്രസിദ്ധീകരിക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടല്ലോ. പക്ഷേ അത് കഴിഞ്ഞിട്ടൊരു വാചകം കൂടെ പറഞ്ഞു, പക്ഷേ ഇതുപോലെ മാറ്റി വെച്ച വേറെ കുറച്ച് നോവലുകൾ കൂടി ഇരിക്കുന്നുണ്ട്, അതൊരു 4-5 കൂടി ഉണ്ട്. അപ്പോൾ 1-2 കൊല്ലം കാത്തിരിക്കേണ്ടി വരും. എന്നുവെച്ചാൽ ഒരേ സമയം 1-2 അന്ന് 2 നോവൽ മലയാളത്തിൽ വരും. അപ്പോൾ അത്രയും ഇതിൻ്റെ പിന്നിലേ ഇതിൻ്റെ ഒരു സ്ലോട്ട് കിട്ടുള്ളൂ. അതിനിടയിൽ വളരെ പ്രസിദ്ധരായ എഴുത്തുകാരാരെങ്കിലും പുതിയതായിട്ടൊരു നോവൽ എഴുതാമെന്ന് പറഞ്ഞാൽ ഇതെല്ലാം മാറ്റിവെച്ച് അത് കൊടുക്കും. അപ്പോൾ നിങ്ങളുടെ സ്ഥാനം പിന്നെയും പിന്നിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. എങ്കിലും ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു കാര്യം ചെയ്തു, DC ബുക്സിൻ്റെ പ്രസിദ്ധീകരണ വിഭാഗത്തിന് ഇത് അയച്ചു കൊടുക്കുക. അവർ മുമ്പേ അവർ ചെയ്യുകയാണെങ്കിൽ അവർ ചെയ്തോട്ടെ. അപ്പോൾ എനിക്ക് എൻ്റെ അഡ്രസ്സൊക്കെ പറഞ്ഞു തന്നു. ഇപ്പോൾ ഞാൻ അദ്ദേഹം ഫോണിൽ കൂടിയാണ് എന്നോട് പറഞ്ഞു തരുന്നത്, AV ശ്രീകുമാർ, പബ്ലിക്കേഷൻസ് മാനേജർ, DC ബുക്സ്, അതിൽ അയച്ചു കൊടുക്കും. ഞാൻ ചോദിച്ചാൽ അത് അവർക്കൊക്കെ എന്നെ അറിയുമോ, അത് അയച്ചു കൊടുക്കും? അല്ല, അതായത് നിങ്ങളെ അറിയേണ്ട ആവശ്യമില്ല, നോവൽ വായിച്ചാൽ അവർ പ്രസിദ്ധീകരിച്ചോളുന്നു. അങ്ങനെ ഞാൻ ഇത് അവർക്ക് അയച്ചു കൊടുത്തു. ഒരു മാസം കഷ്ടി കഴിഞ്ഞപ്പോൾ വീട്ടിലേക്കാണ് വിളിച്ച് പറഞ്ഞത് പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ചിരുന്നു. അങ്ങനെയാണ് ഈ ആൽഫ എന്ന് പറയുന്ന നോവൽ പ്രസിദ്ധീകരിക്കുന്നത്. മിക്കവാറും ഈ ആൽഫയുടെ കൂടെ അതോടുകൂടി എൻ്റെ എഴുത്ത് അവസാനിക്കേണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഞാൻ വീണ്ടും റെയിൽവേ നന്നാക്കാനുള്ള ശ്രമങ്ങളുമായി അതിൻ്റെ ചില പ്രൊജക്റ്റൊക്കെ ആയിട്ട് നടക്കുന്ന ഒരു സമയമായിരുന്നു. ആൽഫ എൻ്റെ ഭാഗ്യത്തിനോ കുറച്ച് ആളുകൾ വായിക്കുകയും ചിലരിൽ നിന്നൊക്കെ നല്ല ഒരു റെസ്പോൺസ് കിട്ടുകയും ചെയ്തു. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല, അങ്ങനെ ഒരു റെസ്പോൺസ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. അതിലും പ്രധാനപ്പെട്ട ഒരു കാര്യം, ആൽഫയുടെ ആദ്യത്തെ ഡിസ്കഷൻ നടക്കുന്നത് ഡൽഹി കേരള ക്ലബ്ബിലാണ്. അന്ന് ഈ ഞങ്ങളുടെ മദ്രാസ് ഡ്യൂട്ടിയുടെ ഒരു ഭാഗമായിട്ട് കുറേ ദിവസം ഡൽഹിയിൽ റെയിൽ ഭവനിലുണ്ട്. അപ്പോൾ അവിടെയുള്ള സമയത്ത് അവിടെ വെച്ചിട്ടാണ് ആൽഫയുടെ ആദ്യത്തെ ഒരു ചർച്ച നടന്നു. അതിലും ഇപ്പോൾ എനിക്ക് ആലോചിക്കുമ്പോൾ അത്ഭുതം തോന്നുന്നു, മോഹൻദേട്ടനും ആനന്ദും ഒക്കെ സച്ചിമാഷോട് കൂടെ വരാനായിട്ട് ഇടമറക് പറഞ്ഞിരുന്നു എന്നൊക്കെ. അപ്പോൾ മാഷില്ലാത്തൊരു സമയത്തായിരുന്നു. എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നല്ലൊരു റെസ്പോൺസ് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. എനിക്ക് വലിയൊരു ആത്മവിശ്വാസം. തുടർന്ന് ആൽഫയ്ക്ക് ഇട്ടിക്കോരയ്ക്ക് ഇടയ്ക്കുള്ള ഗ്യാപ്പിൽ ഒരു 3-3.5 കൊല്ലത്തോളം ഞാൻ ഈ മദ്രാസിലുള്ളപ്പോൾ തമിഴിൽ നിന്ന് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ട്, ചില കൃതികൾ വിവർത്തനം ചെയ്യുന്നുണ്ട്, ഒരുപാട് എഴുത്തുകാരെ പറ്റി എഴുതുന്നുണ്ട്. ഒരു 3.5 കൊല്ലത്തോളം. പക്ഷേ അത് വളരെ ഓവറായി പോകുന്നു എന്ന് എനിക്ക് തന്നെ തോന്നിയപ്പോഴാണ് അത് നിർത്തി ഇട്ടിക്കോര എന്നുള്ള നോവൽ ചെയ്യുന്നത്. വാസ്തവത്തിൽ വായനക്കാരുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം, അവരുടെ ഒരു പ്രോത്സാഹനം, മുതിർന്ന എഴുത്തുകാരായിട്ടുള്ള ഒരുപാട് പേർ തന്നിട്ടുള്ളൊരു ആത്മവിശ്വാസം, ഇതെല്ലാം ചേർന്നാണ് അടുത്തൊരു കൃതിയിലേക്ക് ഞാൻ എത്തുന്നത്. പക്ഷേ ഈ ആൽഫ വായിക്കപ്പെട്ട ആൽഫയുടെ ചർച്ചകളിലൊക്കെ പിന്നീട് നടന്ന പല ചർച്ചയിലും വളരെ വിചിത്രമായിട്ടൊരു അനുഭവം ഉണ്ടായതെന്താണെന്ന് വെച്ചാൽ, ആൽഫ ഞാനിങ്ങനെ വളരെ കാര്യമായിട്ടിത് സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയ്ക്ക് ശേഷം ഉള്ള രാഷ്ട്രീയ പശ്ചാത്തലത്തിനെ പറ്റിയിട്ടൊക്കെയാണ് ഈ നോവൽ എഴുതുന്നതെന്ന് എൻ്റെ മനസ്സിൽ മാത്രമേ ഉള്ളൂ. പക്ഷേ നോവലിൽ ഇതൊന്നും വന്നില്ല. നോവൽ ഒരു ആന്ത്രപ്പോളജിക്കൽ എക്സ്പെരിമെൻറ്റ്. ഞാൻ അങ്ങനെ വരണം എന്നുള്ള ധാരണയിൽ തന്നെയാണ് എഴുതിയിരുന്നത്. ഒരു ആന്ത്രപ്പോളജിക്കൽ എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞ് ചെയ്യണം. അതിൽ സോവിയറ്റ് യൂണിയനെ പറ്റിയോ
ഇത്തരം കാര്യങ്ങളെപ്പറ്റി ഒരു അക്ഷരം പോലും പറയാതെ വായിക്കുന്നവരിലേക്ക് അത് തോന്നിപ്പിക്കണം എന്നുള്ളതായിരുന്നു ലക്ഷ്യം. ഇപ്പോൾ ഇപ്പോൾ കനു സന്യാലിനെ പറ്റി ആകെ കനു എന്നൊരു വാക്ക് മാത്രമേ ഒരു സ്ഥലത്ത് പറയുന്നുള്ളൂ, വേറെ ഒന്നും പറയുന്നില്ല. ഇതൊക്കെ വായനക്കാർ ധരിക്കുന്നു. പക്ഷെ വായനക്കാരിത് വലിയ ഒരു വിഭാഗം വായനക്കാരും സയൻസ് ഫിക്ഷനായിട്ട് വായിച്ചു. ആന്ത്രപ്പോളജിയാണ്, ആന്ത്രപ്പോളജിക്കൽ എക്സ്പെരിമെൻറ്റ്, സയൻസ് ഫിക്ഷൻ സംബന്ധമായ മീറ്റിങ്ങുകൾക്കൊക്കെ എന്നെ ക്ഷണിക്കാമെന്ന്. ചില മീറ്റിങ്ങിലൊക്കെ ഞാൻ പോയി വേറെ സയൻസ് ഫിക്ഷൻ എഴുതുന്ന ഗോളാന്തര യാത്രകൾ സയൻസ് ഫിക്ഷനൊക്കെ എഴുതുന്ന ആളുകളുടെ കൂടെ പങ്കെടുക്കണമെന്ന്. അപ്പോൾ എനിക്ക് തോന്നി ഇത് വലിയൊരു അബദ്ധമായി. നമ്മൾ വിചാരിച്ചതൊന്നും പുറത്ത് വായിക്കുന്ന ആളുകൾ വായിച്ചത് വേറൊന്നുമായി. ഞാൻ വായനക്കാരെ കുറ്റമായിട്ടല്ല പറയുന്നത്, എഴുത്തിൽ നിന്ന് ഞാൻ തിരിച്ചറിഞ്ഞ ഒരു കാര്യമാണ്. അപ്പോൾ വായനക്കാരിലേക്ക് ഇത് എത്തണമെങ്കിൽ നമ്മൾ എഴുത്തിൽ അല്ലെങ്കിൽ നോവൽ എന്ന് പറയുന്ന മാധ്യമത്തിന് വരുന്ന മാറ്റങ്ങൾ, അത് ഏത് രീതിയിലാണ് പുതിയ കാലത്ത് മുന്നോട്ട് പോകുന്നത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം ഈ വഴി കൂടി പോകാൻ എന്ന വലിയൊരു തിരിച്ചറിവായിരുന്നു എനിക്ക്. പിന്നീട് അതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാനുള്ള ശ്രമങ്ങളായിരുന്നു. അങ്ങനെയാണ് ഇട്ടിക്കോര എന്നുള്ള നോവലിലേക്ക് ഞാൻ എത്തുന്നത്. ആൽഫയിൽ നിന്ന് ഇട്ടിക്കോരയിലേക്ക് കഷ്ടിച്ച ഒരു 6 വർഷത്തെ ദൂരം ഉണ്ട്. അതിനിടയിൽ കുറേ വിവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്, പരിഭാഷകൾ, ഇൻ്റർവ്യൂകൾ, അതൊക്കെ എനിക്ക് ഒരു എഡ്യൂക്കേഷനായിരുന്നു. സാഹിത്യം പഠിക്കാത്ത അല്ലെങ്കിൽ ആ ഒരു വഴി കൂടെ പോകാത്ത ഒരാൾക്ക് സാഹിത്യ സംബന്ധമായ കാര്യങ്ങൾ ഓരോ ആളെ ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ സച്ചിമാഷയൊക്കെ ആ കാലത്ത് ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട് ഒരുപാട് ആളുകൾ, കെ പി രാമനുണ്ട്, സാറ ടീച്ചറൊക്കെ മലയാളത്തിലുള്ള, തമിഴിൽ ഒരുപാട് ആളുകളെ ഇൻ്റർവ്യൂ, 60-ലേറെ ഇൻ്റർവ്യൂകൾ ഈ കാലത്ത് ചെയ്ത് വാസ്തവത്തിൽ ഓരോ ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുമ്പും അവരെഴുതിയ കൃതികളെല്ലാം വായിച്ച് അതിലെത്തുന്ന, ചുരുക്കം പറഞ്ഞാൽ ഈ ഒരു 3 കൊല്ലം ഒരു അനൗപചാരിക സാഹിത്യ വിദ്യാഭ്യാസം എന്ന് വേണമെങ്കിൽ പറയാം. അതിനോട് കുറേ കൂടെ അടുത്തൊക്കെ എത്താൻ എനിക്ക് പറ്റി. പിന്നീടാണ് ഇട്ടിക്കോര എന്നുള്ള നോവൽ എഴുതുന്നത്. ഇട്ടിക്കോര എഴുതുന്ന സമയത്ത് ഈ ആൽഫയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മുമ്പിലുള്ള ഒരു കാലത്തിനെ പറ്റി നമ്മൾ വായനക്കാരെ ഏത് തരത്തിലാക്കിയാണ് ഇതിലേക്ക് എൻഗേജ് ചെയ്യിക്കേണ്ടത് എന്നതിനെപ്പറ്റി, അതുവരെ നിലനിന്ന ഞാൻ വായിച്ച് ശീലിച്ച മലയാള നോവലിൽ നിന്ന് വ്യത്യസ്തമായ മറ്റൊരു വഴിയിൽ എങ്ങനെ പോകാമെന്നതിനെപ്പറ്റി, എങ്ങനെ ഒരു സ്റ്റെപ്പും കൂടെ കാലത്തിന് അപ്പുറത്തേക്ക് പോകാം എന്നതിനെ പറ്റിയിട്ടൊക്കെയുള്ള ശ്രമങ്ങളായിരുന്നു ഇതിനകത്ത്. എന്തോ ഭാഗ്യത്തിന് കുറേ ആളുകൾ വായിക്കുകയും വളരെ നിശിതമായ വിമർശനങ്ങൾ ആ നോവലിനെതിരെ ഉണ്ടാവുകയും ചെയ്തു. അത് വളരെ ഗുണമായി വാസ്തവത്തിൽ. ആളുകൾ കൂടുതലും വായിക്കുന്നതിന് പലതരത്തിൽ ചർച്ച ചെയ്യുന്നൊരു. ഇട്ടിക്കോരയ്ക്ക് ശേഷം ആണ് സുഗന്ധി എന്ന ആണ്ടാൾ ദേവനായകി. ഇത് ശ്രീലങ്കൻ പശ്ചാത്തലത്തിൽ, ശ്രീലങ്കൻ ആഭ്യന്തര യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ എഴുതിയതാണ്. ഞാൻ വളരെ കാലമായിട്ട് ഈ തമിഴ്നാട്ടിൽ ജോലി ചെയ്യുകയും തമിഴ് പശ്ചാത്തലത്തിൽ ഉള്ള കാര്യങ്ങൾ വായിക്കുകയും, ഞാൻ സേലത്താണ് ജോലിക്ക് ചേരുന്നത്. മറ്റു മലയാളത്തിലെ പുസ്തകങ്ങൾ വായിക്കാൻ കിട്ടാത്ത അവസ്ഥയിൽ തമിഴ് പഠിച്ച് വായിച്ചു തുടങ്ങിയാണ് 80കളിൽ. ആ കാലത്ത് തമിഴ് സാഹിത്യത്തിൽ ഈഴത്തമിഴ് ഇലക്കിയം വളരെ വളരെ ശക്തമായിട്ടുള്ളൊരു കാര്യമാണ്. ശ്രീലങ്കയിൽ ആഭ്യന്തര യുദ്ധമായിട്ട് അത്തരം എഴുത്തുകാരായിട്ട്, അത്തരം എഴുത്തുകളായിട്ടൊക്കെ ഉള്ളൊരു ബന്ധം, ഇതൊക്കെ നിലനിർത്തി പോരുന്ന എനിക്ക് ശ്രീലങ്കയിലെ ആഭ്യന്തര യുദ്ധത്തിൻ്റെ അവസാനം, വേലുപ്പിള്ള പ്രഭാകരനൊക്കെ കൊല്ലപ്പെടുന്ന ആ സംഭവത്തിന് ശേഷമുള്ളൊരു കാലത്ത് എൻ്റെ പല സുഹൃത്തുക്കളോടും ഞാൻ ഉള്ളൊരു കോണ്ടാക്റ്റ് ഇല്ലാതെയാവും. ഞാൻ അയക്കുന്ന മെയിലുകൾക്ക് റിപ്ലൈ വരുന്നില്ല, അവരെ വിളിച്ചാൽ കിട്ടുന്നില്ല. അവരൊക്കെ പലപ്പോഴും മദ്രാസിൽ വെച്ച് നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ ഓൺലൈനായിട്ട് നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ള ആളുകൾ, ശ്രീലങ്കൻ തമിഴിലെ പ്രധാനപ്പെട്ട എഴുത്തുകാരായിട്ടുള്ള ജീവിച്ചിരിക്കുന്നുണ്ടോ അവർ എന്ന് പോലും എനിക്ക് സംശയം തോന്നും. ഇത് വല്ലാതെ എന്നെ ബാധിച്ചൊരു വിഷയം. ഞാൻ ഇവിടെ തൃശ്ശൂരിൽ വെച്ച് തന്നെ നടന്നൊരു ചടങ്ങിൽ അതിനെപ്പറ്റി സംസാരിച്ചിരുന്നു ആ കാലത്ത്. 2010 മറ്റെയാണെന്ന്, ഇട്ടിക്കോര വന്നതിന് ശേഷമുള്ളൊരു കാലത്ത്. അപ്പോൾ ആ സമയത്താണ് അതിനെപ്പറ്റിയിട്ട് എഴുതാനുള്ള ഒരു നോവൽ എന്നുള്ള രീതിയിലല്ല, വാസ്തവത്തിൽ അതൊരു നോവലറ്റായിട്ടാണ് ആദ്യം മനസ്സിലേക്ക് വരുന്നത്. ഒരു 3 അധ്യായമുള്ള നോവലറ്റായിട്ട് എഴുതാൻ തുടങ്ങിയപ്പോൾ മനസ്സിലായി ഇത് അങ്ങനെ അവസാനിപ്പിക്കേണ്ടതല്ല. പിന്നീട് വീണ്ടും ശ്രീലങ്കയിലേക്കുള്ള അതിന് മുമ്പ് ഞാൻ 3 തവണ ശ്രീലങ്കയിൽ പോയിരുന്നു. ഇത് എഴുതാൻ വേണ്ടി 4ാമത് ഒരു യാത്രയും കൂടെ നടത്തിയതിന് ശേഷം ഒരുപാട് അതിനെക്കുറിച്ച് എക്സ്പ്ലോർ ചെയ്ത് ഒരു 1-2 വർഷം മെനക്കെട്ട്
2014 സുഗന്ധി എന്ന ആണ്ടാൾ ദേവനായകി എന്നുള്ള നോവൽ വരുന്നു. അതിൽ എന്താ വെച്ചാൽ ശ്രീലങ്കയുടെ വളരെ വളരെ ക്രൂഡായിട്ടുള്ള വയലൻസിൻ്റെ ഭീകരമായിട്ടുള്ളൊരു അവസ്ഥയിൽ കൂടെ ഒരു ജനത കടന്നുപോയതിൻ്റെ കഥ എഴുതാൻ ശ്രമിക്കുമ്പോൾ ഒരു നോവൽ എന്നുള്ള രീതിയിൽ അതിനെ എങ്ങനെ ഒരു ഹിസ്റ്റോറിക്കലായിട്ടോ അല്ലെങ്കിൽ ഫിക്ഷണലായിട്ടുള്ള ഭാവനയുടെ തലങ്ങളിലേക്ക് കൊണ്ടുപോകാം എന്നുള്ള അന്വേഷണങ്ങൾ കൂടിയാണ്. പല രീതിയിലാണ് അത് ഇപ്പോൾ കാണുന്ന ഒരു പ്ലോട്ടിലേക്ക് അത് ഡെവലപ്പ് ചെയ്ത് വരുന്നത്. ഇപ്പോൾ സിഗിരിയ എന്ന് പറയുന്ന സ്ഥലത്ത് പോയി അതിന് മുകളിൽ കയറുന്നത് വരെ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന നോവലല്ല അതിന് മുകളിൽ കയറി താഴേക്ക് നോക്കും. അതുപോലെ ആണ്ടാൾ ദേവനായകി എന്നുള്ള കഥാപാത്രം, ആ കഥാപാത്രത്തിൻ്റെ ഏറ്റവും വലിയ കടപ്പാട് സച്ചിമാഷുണ്ടാണ്. എന്താണെന്ന് വെച്ചാൽ ആണ്ടാൾ പ്രണയത്തെക്കുറിച്ച് സംസാരിക്കുന്നു എന്നുള്ള മാഷയുടെ കവിതയിൽ നിന്നാണ് എൻ്റെ ഈ കഥാപാത്രത്തിൻ്റെ രൂപത്തിലേക്കുള്ളൊരു ആണ്ടാൾ മറ്റു രൂപത്തിൽ ദേവനായകി എന്ന് പറഞ്ഞ ക്യാരക്ടർ വരും. നിങ്ങൾക്കറിയാവുന്ന കവിതയാണ്, ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ല. വലിയ തോതിൽ എന്നെ സ്വാധീനിച്ചിട്ടുള്ള ഒരു കവിതയാണ്. അപ്പോൾ ആ നോവൽ ശ്രീലങ്കയിലെ മഹിന്ദ രാജപക്ഷയുടെ കാലത്ത് നടന്ന പ്രശ്നങ്ങൾ, അതിൻ്റെ ആഭ്യന്തര യുദ്ധവുമായിട്ട് ബന്ധപ്പെടുന്ന കാര്യങ്ങൾ, എങ്ങനെയാണ് ജനാധിപത്യത്തിൻ്റെ വികസനത്തിൻ്റെ സമാധാനത്തിൻ്റെയൊക്കെ വ്യാജമുഖം മൂടി അണിഞ്ഞ് ഫാസിസം പുതിയൊരു കാലത്ത് വളരെ ഹിംസാത്മകമായി ഒരു സമൂഹത്തിലേക്ക് കടന്നു വരിക. 2014 സുഗന്ധി എന്ന ആണ്ടാൾ ദേവനായകി പ്രസിദ്ധീകരിക്കുന്നത്. സുഗന്ധി എഴുതാൻ തുടങ്ങുമ്പോൾ തന്നെ ഇത് ശ്രീലങ്കയെ പറ്റിയിട്ട് മാത്രമുള്ള കൃതിയായിരിക്കരുത് എന്നെനിക്ക് വളരെ നിർബന്ധമുണ്ടായിരുന്നു. പല തലത്തിൽ വായിക്കാൻ പറ്റുന്ന, പല രീതിയിൽ ഇൻ്റർപ്രറ്റ് ചെയ്യാനുള്ള സാധ്യതകളുള്ള 2014 പ്രാധാന്യം നമ്മുടെ രാജ്യത്തെപ്പറ്റി നിങ്ങൾക്കറിയാം. ശ്രീലങ്ക എന്ന കണ്ണാടിയിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് ഇന്ത്യയെ കാണാം. 14 മുതൽ 24 വരെ എത്തിയ ഇന്ത്യയും 14 ഉള്ള ശ്രീലങ്കയിലുള്ള അവസ്ഥയും പല തരത്തിൽ കെട്ടുപിണഞ്ഞ് കിടക്കുന്ന കാര്യങ്ങളാണ്. മതം ഒരു രാഷ്ട്രീയത്തെ നിർണ്ണയിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരുമ്പോൾ അത് എത്ര കണ്ട് ഹിംസാത്മകമാകുന്നു, എത്ര കണ്ട് അപകടകരമായി ആ രാജ്യത്തെ വലിയ ദുരന്തത്തിലേക്ക് നയിക്കുന്നു. അതിൽ വിശ്വസിക്കുന്ന ആളുകൾ മാത്രമല്ല, നിരപരാധികളായിട്ടുള്ള ലക്ഷക്കണക്കിന് ആളുകൾ അതിൻ്റെ ഇരകളായിട്ട് മാറുന്നു എന്നതൊക്കെ നമ്മൾ നേരിട്ട്. പിന്നീടുള്ള ശ്രീലങ്കൻ യാത്രകളിൽ ഞാനിപ്പോൾ കഴിഞ്ഞ നവംബറിലും കൂടെ പോയിരുന്നു ശ്രീലങ്ക. ഇപ്പോൾ പോലും ഈ 2009 ആഭ്യന്തര യുദ്ധം അവസാനിച്ചതിൻ്റെ മുറിവുകൾ മാറിയിട്ടില്ല. നമ്മൾ ജാഫ്നയിൽ നിന്ന് മന്നാറിലേക്കുള്ള ഒരു യാത്രയിൽ, അല്ലെങ്കിൽ മന്നാറിൽ നിന്ന് തിരിച്ച് ഭാവനയെ പോയി തിരിച്ച് വരാനായിട്ടുള്ള യാത്ര, ഇപ്പോഴും നമ്മൾ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ ചെക്ക് പോസ്റ്റുകളിൽ നിർത്തി പട്ടാളക്കാർ പരിശോധിച്ചതിന് ശേഷം കടത്തിവിടുന്ന അവസ്ഥ. ഓരോ 20 കിലോമീറ്ററിലും പട്ടാള ക്യാമ്പുകൾ വടക്കൻ ശ്രീലങ്കയിലെ പല ഭാഗങ്ങളിലും പോയി നിലനിൽക്കുന്നു. പല ആളുകളോട് സംസാരിക്കുമ്പോഴും അവരുടെ ഉള്ളിലെ ആ കനൽ കെട്ടടങ്ങി എന്ന് പറയാൻ വയ്യ. അതിക്രൂരമായ രീതിയിൽ അടിച്ചമർത്തപ്പെട്ടത് കൊണ്ട് അത്തരത്തിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞു. അതിന് ഈ സുഗന്ധിക്ക് ശേഷമാണ് മാമാ ആഫ്രിക്ക എന്നുള്ള നോവൽ വരുന്നത്. മാമാ ആഫ്രിക്ക മറ്റൊരു പെർസ്പെക്റ്റീവിൽ ചെയ്തിട്ടുള്ള നോവലാണ്. എഴുത്തിൻ്റെ കുറേ കൂടെ സങ്കീർണമായിട്ടുള്ള നോവലാണ്. ഈ സുഗന്ധി ഒക്കെ നമുക്ക് അടുത്തൊരു നടക്കുന്നൊരു വിഷയമായതുകൊണ്ട് അത് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ, പക്ഷെ മറ്റ് കുറേ കൂടെ കോംപ്ലക്സ് ആയിട്ടുള്ളൊരു വിഷയമാണ്. മറ്റൊരു എഴുത്തുകാരി, ഇപ്പോൾ ഉഗാണ്ടയിൽ ജീവിച്ചിരുന്ന ഒരു എഴുത്തുകാരി, അവർ എഴുതാൻ സാധ്യതയുള്ള ചില കഥകളും ഒരു നോവലറ്റിൻ്റെ ഭാഗവും ആത്മകഥാക്കുറിപ്പെന്നൊക്കെ രീതിയിലാണ് അത് എഴുതി. അപ്പോൾ അതിൻ്റെ ഒരു കോംപ്ലക്സിറ്റി ഉണ്ട്. അതിൽ ഡിബേറ്റ് ചെയ്യപ്പെടുന്ന, ഇപ്പോൾ കറുപ്പിനും വെളുപ്പിനും ഇടയിൽ കുടുങ്ങിപ്പോകുന്ന തവിട്ട് നിറക്കാരായിട്ടുള്ള ഇന്ത്യക്കാരുടെ ജീവിതമുണ്ട്. അതിപ്പോൾ ആഫ്രിക്കൻ ജീവിതമായിട്ട് കുറേയും കൂടെ മനസ്സിലായി. എൻ്റെ മകൻ ഘാനയിൽ ജോലി ചെയ്യുന്ന ഒരു സമയത്താണ് ഇത് എഴുതാനുള്ളൊരു ഐഡിയ തോന്നുന്നു. ആ ഒരു സഹായത്തോടു കൂടി ഉഗാണ്ടയിലും കെനിയയിലും ഒക്കെ പോയി കുറേ ആളുകളെ കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടാണ് ഈ സാധനം ചെയ്തത്. അത് അതിലേക്ക് എത്താൻ ഉള്ളൊരു കാരണം പഴയൊരു പെൻ ഫ്രണ്ട്ഷിപ്പുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ്. ഞാൻ 19 വയസ്സുള്ള ഡിഗ്രി കാലത്ത് ഞാൻ അയച്ചൊരു കത്തിന് ആദ്യമായിട്ട് എനിക്ക് മറുപടി വരുന്ന മെക്കരേറെ യൂണിവേഴ്സിറ്റിയിലെ ഒരു വിദ്യാർത്ഥിനിയുടെയാണ്. ഞാൻ ഇംഗ്ലീഷിൽ എഴുതിയ കത്തിന് നല്ല മലയാളത്തിൽ തിരിച്ചൊരു മറുപടി വന്നു. അത് ഞാൻ വളരെ കാലം മറന്നു കിടക്കുന്ന ഒരു കാര്യമായിരുന്നു. അതാണ് ഈ നോവലിൻ്റെ ഒരു റൂട്ടായിട്ട് ഉപയോഗിക്കുന്നത്. അതിന് ശേഷം വന്ന നോവലാണ് അന്ധർ ബദിരർ മൂകർ എന്ന് പറയുന്ന കാശ്മീരിൻ്റെ പശ്ചാത്തലം.
അതും വല്ലാതെ എന്നെ വേദനിപ്പിച്ച അവർ ആ നോവൽ എഴുതുന്നതിൽ റിസ്ക് ഉണ്ട്. എന്നെക്കാൾ കൂടുതൽ നിങ്ങൾക്കറിയാം എന്താണ് അത് എഴുതുന്നതിൽ. ഇപ്പോൾ ആർട്ടിക്കിൾ 370 കാശ്മീരിൻ്റെ പ്രത്യേക പദവി റദ്ദാക്കിയ സമയത്ത് ആഗസ്റ്റ് 5-ാം തീയതി റദ്ദാക്കുന്നു. ആഗസ്റ്റ് 15-ാം തീയതി നമ്മുടെ സ്വാതന്ത്ര്യദിനാഘോഷം അതിഗംഭീരമായിട്ട് നടക്കുന്നത് ടെലിവിഷൻ ചാനലിൽ ഞാൻ എനിക്ക് വലിയ സങ്കടം തോന്നിയത്. ഒരു രാജ്യത്തെ ഒരു വിഭാഗം ആളുകളെ പൂർണ്ണമായിട്ടും നിശബ്ദരാക്കിക്കൊണ്ട് അവർ പറയുന്നത് അവർക്ക് പുറം ലോകമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷനില്ല. ഞാൻ ഗുഡ്സ് ഗാർഡായതിൻ്റെ ഏകദേശം സമാനമായ അവസ്ഥയിൽ നമ്മുടെ ഒരു സ്റ്റേറ്റ്ഹുഡ് പോലും റദ്ദാക്കിക്കൊണ്ട് മാറ്റപ്പെട്ടൊരവസ്ഥയിൽ കിടക്കും. പുറം ലോകമായിട്ട് ഒരു തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ അനുവദിക്കുന്നില്ല. 7 ലക്ഷം പട്ടാളക്കാരെ കാവൽ നിൽക്കുന്ന അവസ്ഥയിൽ ഒരു പ്രദേശമാകും. പുറത്ത് നടക്കുന്നവർക്കോ അവർ പറയുന്ന പുറത്തേക്കോ കേൾക്കാൻ പറ്റാത്ത ആ അവസ്ഥയിലാണ് അന്തർബദിരർ മൂകർ എന്നുള്ള ആ ടൈറ്റിൽ അതിന് കൊടുക്കാൻ കാരണം. എനിക്ക് സങ്കടമോ ലജ്ജയോ തോന്നി. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആഘോഷിക്കുകയാണ് സ്വാതന്ത്ര്യം, വലിയ പ്രൊസഷൻ നടക്കുന്നു, പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നു. അഭിസംബോധന ചെയ്യാൻ തുടങ്ങിയ ഉടനെ ടെലിവിഷൻ ഓഫാക്കിയിട്ട് ഞാൻ ഇനി എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചിരുന്നതിന് ശേഷമാണ് ഈ കൃതി എഴുതാൻ ശ്രമിക്കും. മുമ്പൊരു സിനിമയ്ക്ക് വേണ്ടിയിട്ടൊരു പ്ലാൻ ചെയ്തൊരു സ്ക്രിപ്റ്റ് പോലെ ചെയ്തിരുന്നൊരു സാധനമായി. അത് ഒരിക്കലും മുൻപോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയായതുകൊണ്ട് അത് മറ്റേതെങ്കിലും തരത്തിൽ ഉപയോഗിക്കുക എന്നുള്ളൊരു ഉദ്ദേശം കൂടിയുണ്ട്. അതാണ് അത് മറ്റൊരു ഫോമിലത് വരുന്നതിനും കാരണം. അതിന് ശേഷം ആണ് എൻ്റെ ഈ പച്ച മഞ്ഞ ചുവപ്പ് എന്നുള്ള ഏറ്റവും അവസാനത്തെ നോവൽ വരുന്നത്. അതുവരെ എഴുതിയതൊന്നും എന്നെപ്പറ്റിയോ ഞാൻ ജീവിച്ച പശ്ചാത്തലത്തിനെ പറ്റിയോ ചെയ്ത തൊഴിലിടങ്ങളെ പറ്റിയോ ഒന്നുമായിരുന്നില്ല. പക്ഷേ അതെല്ലാം ആയിരുന്നു. ഞാൻ 35 കൊല്ലം ജോലി ചെയ്ത ഇന്ത്യൻ റെയിൽവേയുടെ പശ്ചാത്തലത്തിലാണ് ആ നോവൽ ചെയ്തിട്ടുള്ളത്. അതിൽ നടന്ന തീവണ്ടി അപകടം യഥാർത്ഥത്തിൽ നടന്നൊരു തീവണ്ടി അപകടം. സേലത്തുനിന്ന് ഒരു 30 കിലോമീറ്റർ ദൂരെ ലോക്കൂർ, ഡാനിഷ്പെട്ട് എന്നീ 2 സ്റ്റേഷനുകൾക്കിടയിൽ 2 വണ്ടികൾ നേർ കൂട്ടിയിടിച്ചു. ഒരു ഗുഡ്സ് ട്രെയിനും തിരുനെൽവേലിയിലേക്ക് കന്യാകുമാരിയിലേക്ക് പോകുന്ന ഒരു എക്സ്പ്രസ് ട്രെയിനും നേർ കൂട്ടിയിടിക്കുകയാണ് ചെയ്തത്. ഒരുപാട് ആളുകൾ മരിച്ചു. ഒരു കാട്ടിനുള്ളിൽ പെട്ട സ്ഥലമായിരുന്നു. ഞാനന്ന് ഗാർഡായിട്ട് ജോലി ചെയ്യുന്ന സമയമാണ്. ഈറോഡ് ഗാർഡുമാർ റെസ്റ്റ് എടുക്കുന്ന റണ്ണിങ് റൂമിൽ ഞാൻ കിടക്കുന്ന സമയത്താണ് ഈ അപകടം നടന്നതിൻ്റെ സൈറൺ അവിടെ അടിക്കുന്നത്. ഞങ്ങൾക്കൊരു അപകടം നടന്നു കഴിഞ്ഞാൽ ഉടനെ സംഭവ സ്ഥലത്തേക്ക് കുതിക്കേണ്ട ആളുകളുള്ള സ്ഥലത്ത് സൈറണുകൾ അടിക്കുക. സൈറണ് കോഡുകളുണ്ട്. ഇപ്പം ഇത്ര സൈറൺ അടിച്ചാൽ എക്സ്പ്രസ് ട്രെയിനാണ്, ആളുകളുള്ളതാണ്, അല്ലെങ്കിൽ ഗുഡ്സ് ട്രെയിനാണ്, ഇന്ന ഭാഗത്താണെന്നൊക്കെ. അപ്പം അതനുസരിച്ച് ആ സൈറൺ കേട്ടപ്പോഴേ നമുക്ക് മനസ്സിലാകുന്നു അതൊരു ആളുകൾ സഞ്ചരിക്കുന്ന വണ്ടിക്ക് അപകടം പറ്റിയിരിക്കുന്നു. രാത്രി 10 മണിയോട് കൂടിയുള്ള. പക്ഷേ ഞാൻ ഈ റോഡ് ഇങ്ങോട്ട് വരേണ്ട ആളായിരുന്നു, പാലക്കാട് സൈഡിലേക്ക് വരേണ്ട ആളാണ്. മറ്റ് ബ്രേക്ക് ഡൗൺ സ്പെഷ്യൽ എന്ന് പറയും. ഇങ്ങനത്തെ അപകടം പറ്റിയാൽ ഉടനെ സംഭവ സ്ഥലത്തേക്ക് കുതിക്കുന്ന മെഡിക്കൽ ട്രെയിൻ, അതിൻ്റെ പുറകിൽ ക്രെയിനായിട്ട് പോകുന്നു, അതൊക്കെ പോകുന്നു. പിന്നീട് അതിൻ്റെ കൂടുതൽ വാർത്തകൾ അറിയുമ്പോഴാണ് വലിയ ഒരു വിഷമം നമുക്ക് തോന്നും. ഈ സ്റ്റേഷൻ മാസ്റ്റർ ഞാൻ പലതവണ കണ്ടിട്ടുള്ള ആളാണ്. അയാൾ ശരിക്കും ജീവിച്ചിരുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള പിഴവാണ് എന്ന് ചുമത്തി അയാളെ റെയിൽവേയിൽ നിന്ന് പിരിച്ചു വിടുമ്പോൾ അദ്ദേഹം ആത്മഹത്യ ചെയ്തു. ആത്മഹത്യ ചെയ്ത കാര്യങ്ങളൊക്കെ യഥാർത്ഥത്തിൽ സംഭവിച്ചതാണ്. പക്ഷേ നോവലിൽ പറയുന്ന പോലെ അദ്ദേഹം ഇവിടെ ഈ സംഭവം നടന്ന സ്ഥലത്ത് പോയിട്ടൊന്നും ആത്മഹത്യ ചെയ്യല്ല ചെയ്തു. ആത്മഹത്യ ചെയ്തു എന്നത് അത് ഫിക്ഷനിലായി. ഞാൻ ഒരു 4 ദിവസം മുമ്പ് മദ്രാസ് പോയിട്ട് തിരിച്ചു വരുമ്പോഴും ജോലാർപേട്ട കഴിഞ്ഞ് സേലത്തെത്തുന്നതിന് മുമ്പ് ലോക്കൂർ സ്റ്റേഷനെത്തുമ്പോൾ ജനൽ കൂടി പുറത്തേക്ക് നോക്കുകയാണ്. ലോക്കൂരിനും ഡാനിഷ്പെട്ടിൻ്റെ ഇടയ്ക്ക് ഈ അപകടം നടന്ന സ്ഥലം. ലോക്കൂരിൽ നിന്ന് താഴത്തേക്ക് ഒരു 1 കിലോമീറ്റർ 2 കിലോമീറ്ററോളം താഴേക്ക് ഇറങ്ങുമ്പോഴാണ് മല ഇറങ്ങുന്ന സ്ഥലം. അതിവേഗതയിൽ വരുന്ന എക്സ്പ്രസ് ട്രെയിനിലെ ഡ്രൈവർ മുമ്പിൽ ഒരു ഗുഡ്സ് ട്രെയിൻ നിൽക്കുന്ന കാണുകയാണ്. ആ സെക്കൻഡുകൾ എത്ര ഭീകരം! 2 ഡ്രൈവർമാരും കൂടി കാണുന്നൊരു ഏതാനും സെക്കൻഡുകൾ. അടുത്ത് ഇതിൽ 2 ഡ്രൈവേഴ്സും മരിച്ചുപോയി, അസിസ്റ്റൻറ്റ് ഡ്രൈവർമാരും മരിച്ചുപോയി. അതിലൊരു ഡ്രൈവറുടെ മകൻ, മദ്രാസിൽ നിന്ന് വരുന്ന വണ്ടിയുടെ ഡ്രൈവറുടെ മകൻ ഇതേ എഞ്ചിനിൽ കയറി വന്നിട്ടുണ്ടായിരുന്നു, അവനും മരിച്ചുപോയി. പക്ഷേ അവൻ ഔദ്യോഗിക രേഖകളിലില്ല മരിച്ചതായിട്ട്. എന്താണെന്ന് വെച്ചാൽ ഡ്രൈവർ മറ്റൊരാളെ ഇതിൽ കയറ്റിക്കൊണ്ടുവരാൻ നിയമം അനുവദിക്കുന്നില്ല, അതുകൊണ്ട് അയാൾ വന്നതായിട്ട് കണക്കില്ല. അതിൽ ഈ റെയിൽവേ എന്നുള്ള സ്ഥാപനത്തിനകത്ത് അധികാരം എത്ര
ഹിംസാത്മകമായിട്ടാണ് പ്രയോഗിക്കപ്പെടുന്നത്. ഇത് എത്ര ഭീകരമായ അവസ്ഥയിൽ കൂടിയാണ് കാര്യങ്ങൾ കടന്നു പോകുന്നത്. ഇപ്പോൾ യാത്രക്കാരായിട്ട് പോകുന്ന ആളുകൾ ഒരിക്കലും അറിയുന്നില്ല. അവർ കാണുന്ന ഒരു ടിക്കറ്റ് എക്സാമിനറെയോ അല്ലെങ്കിൽ എൻജിൻ ഡ്രൈവറെയോ ഗാർഡിനെയോ സ്റ്റേഷൻ മാസ്റ്ററെയോ ടിക്കറ്റ് കൊടുക്കുന്ന ആളെയൊക്കെ കാണും. എത്രയോ ആളുകൾ രാവും പകലും കഷ്ടപ്പെടുന്നതിൻ്റെ ഫലമായിട്ടാണ് ഇത് സുരക്ഷിതമായിട്ട് ഓടുന്നത്. ഏറ്റവും അധികം കഷ്ടപ്പെടുന്നത് ട്രാക്ക് മാൻ എന്ന് പറഞ്ഞ ഏറ്റവും താഴെത്തട്ടിൽ ജോലി ചെയ്യുന്ന ആളുകളാണ്. വളരെ കഷ്ടപ്പെട്ട ജോലിയാണ് അവർ ചെയ്യുന്നത്. ഈ ട്രാക്കിൽ ഒരു ദിവസം 14 കിലോമീറ്ററോളം അവർ നടക്കണം, അവരുടെ അപ്പ് ആൻഡ് ഡൗൺ ഉള്ള ഡ്യൂട്ടി കഴിയണമെങ്കിൽ. അവരുടെ കയ്യിലുള്ള ജോലിക്കുള്ള എക്യുപ്മെൻസിൻ്റെ ഭാരം 22 കിലോ ആണ്. സ്പാനറും ഇതൊക്കെ ആയിട്ട് തോന്നുന്ന കൊടിയൊക്കെ ആയിട്ട് പോകുന്നതാണ്. നിങ്ങൾ ട്രെയിനിൽ പോകുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഒരു വിസിലടിക്കുന്ന ശബ്ദം കേൾക്കും. അതിവർ ഈ ട്രാക്ക് നോക്കുന്നവർ താഴെ നിന്ന് കുഴപ്പമൊന്നുമില്ല എന്നുള്ള തരത്തിൽ വിസിലടിക്കുന്നതാണ് ഡ്രൈവർക്കും ഗാർഡിനും ഒക്കെ കേൾക്കാൻ വേണ്ടി. 100 കണക്കിന് ട്രാക്ക് മാൻമാർ തീവണ്ടി തട്ടി മരിച്ചത്. തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ നോക്കിയാൽ ഇങ്ങനെ മരിച്ച ചില ആളുകളുടെ പടമിടയ്ക്ക് അവിടെ വെച്ച. ഇവിടെ തന്നെ എനിക്ക് പരിചയമുള്ള ചിലർ പോലും മരിച്ചുപോയി. വലിയ സങ്കടമുള്ള കാര്യം. ഡബിൾ ലൈനിൽ ഏതെങ്കിലും ഒരു ലൈനിൽ കൂടി ഇവർ നടക്കുമ്പോൾ മറ്റേ സൈഡിൽ വണ്ടി വന്നിട്ടോ മറ്റേന്തെങ്കിലും കാരണവശാൽ അപകടത്തിൽപ്പെട്ട് മരിക്കുന്നതാണ്. വലിയ ദുരിതമുള്ള, രാവും പകലും മഴയും മഞ്ഞും വെയിലുമൊക്കെ കൊണ്ട് നടക്കുന്ന ജോലിയാണ് അവർ ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ ആളുകൾ ജോലി ചെയ്യുന്നതും ഈ രംഗത്താണ്. പക്ഷെ അവർ വളരെ ദുരിതമയമായ, ഞാൻ കൺട്രോളറായിരിക്കുമ്പോൾ ഞാൻ അനുഭവിച്ച ഒരു വളരെ മനപ്രയാസം ഉണ്ടാക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കഞ്ചിക്കോട് എന്ന് പറയുന്ന സ്റ്റേഷനിൽ ഒരു ദിവസം രാത്രി 9 മണിയാവുമ്പോൾ സ്റ്റേഷൻ മാസ്റ്റർ എന്നെ വിളിച്ച് പറഞ്ഞത്, ട്രാക്ക് മാൻ നൈറ്റ് പെട്രോളിങ്ങിന് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്, എന്ത് ചെയ്യണം? അപ്പം നൈറ്റ് പെട്രോളിങ്ങിന് ട്രാക്ക് മാൻ പോയില്ലെങ്കിൽ വണ്ടി 10 കിലോമീറ്റർ സ്പീഡിൽ വിടണം എന്നാണ് റെയിൽവേയുടെ നിയമം. 10 കിലോമീറ്റർ സ്പീഡിൽ വണ്ടികൾ പോകാൻ തുടങ്ങിയാൽ രാത്രി ഓരോ 10 മിനിറ്റിലും ബാംഗ്ലൂരിലേക്കും മദ്രാസിലേക്കും പല സ്ഥലങ്ങളിലേക്കുള്ള വണ്ടി പോകുന്ന സമയമാണ്. അപ്പോൾ എന്താണ് കാര്യം എന്ന് ചോദിച്ചപ്പോൾ, കഞ്ചിക്കോട് വാളയാറിനിടയിലുള്ള കാട്ടിൽ ഒരു ഒറ്റയാന ഇറങ്ങി ട്രാക്കിനടുത്ത് നിൽക്കുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്താലും ഞാൻ പോവില്ല എന്ന് പറഞ്ഞാണ് അയാൾ ഇരിക്കുന്നത്. നമ്മുടെ പ്രതിസന്ധിയാണ് ഇതിൽ ഏറ്റവും കഷ്ടം. എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇതിന് മുകളിലുള്ള ആളുകൾക്കും ഇവർക്കും ഇടയിലുള്ളൊരു പോസ്റ്റിലാണ് ഇരിക്കുന്നത്. അപ്പം ഞാൻ എൻ്റെ മേലധികാരികളോട് പറഞ്ഞു അയാൾ നിർബന്ധമായിട്ട് പോകണം, ഒറ്റയാൻ ഇവിടെ സ്ഥിരമായിട്ട് നിൽക്കാനൊന്നും പോകുന്നില്ല, ഒറ്റയാൻ എവിടെയെങ്കിലും പോയിട്ടുണ്ടാവും, അയാളോട് ഉടനെ ഡ്യൂട്ടി എടുക്കാൻ പറയൂ, ഇല്ലെങ്കിൽ അയാളെ സസ്പെൻഡ് ചെയ്യുമെന്നാണ്. ഒറ്റയാൻ്റെ മുമ്പിലേക്ക് പോവാത്തവരെ സസ്പെൻഡ് ചെയ്യാനുള്ള ഉത്തരവാദിത്തമാണ് നമ്മളെ ഏൽപ്പിക്കുന്നത്. നമ്മൾ വലിയ മാനസികമായിട്ടുള്ള പ്രതിസന്ധിയിലാവും. എങ്ങനെ പറയാൻ പറ്റും അയാളോട്? ഇനി അതിനും മുകളിലുള്ള ആൾ പറയുന്നത്, ഒറ്റയാന്ന് പറയുന്നത് ഒരു മൂവബിൾ ഒബ്ജക്റ്റ് അതാണ് പറഞ്ഞിട്ടുള്ളൂ. ഇമ്മൂവബിൾ ഒന്നുമല്ല, ഒരു മൂവബിൾ ഒബ്ജക്റ്റാണ്. ഒറ്റയാൻ ഇയാൾ വരുന്നവരെയൊന്നും അവിടെ നിൽക്കില്ല, എവിടെയെങ്കിലും പോയിരുന്നു. പക്ഷേ ഇയാൾ പോവില്ല എന്ന് പറഞ്ഞ് ഉറച്ചു നിന്നു. അടുത്ത ആളെ വിളിക്കാൻ പറഞ്ഞാൽ അയാളും പോയില്ല. അവസാനം ഒരു എൻജിനിൽ കയറി പോയതിന് ശേഷമാണ് ആനയെ ഓടിച്ചതിന് ശേഷം വണ്ടി. റെയിൽവേ കഥ പറയാൻ തുടങ്ങിയാൽ തീരില്ല, അതുകൊണ്ട് കൂടുതൽ പറയുന്നില്ല. ഇത്രയും പുസ്തകങ്ങളൊക്കെയാണ് എൻ്റെ രചനാ ലോകം ഇത്രയും കാലം. ഞാൻ ഇപ്പോൾ തന്നെ പറഞ്ഞ് അധികമായി പോയെന്ന് എനിക്ക് സംശയമുണ്ട്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നമുക്കൊരു സംവാദമാവാം. എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഇങ്ങനെ ഒരു അവസരം കിട്ടിയതിന് ഒരിക്കൽ കൂടി സാഹിത്യ അക്കാദമിയോടും നിങ്ങൾ ഓരോരുത്തരോടും നന്ദി പറയുന്നു. നമസ്കാരം.